വന്നുകൊണ്ടിരിക്കുകയാണ് രാമേന്ദ്ര. മകളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. എന്താ മകളെ നിന്റെ പേര്? ആശ. കുർബാന നടക്കുന്ന സമയം മുഴുവൻ ഞാൻ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനും. നിന്റെ മനസ്സിൽ എന്തോ കലങ്ങി മറിയുന്ന പ്രശ്നങ്ങളുള്ളത് പോലെ നീ ഏതോ പരീക്ഷയെ നേരിടുകയാണ്. പരീക്ഷ ഇനി ഒരു 4 മാസം കഴിഞ്ഞുള്ളൂ ഫാദർ. ആമേൻ. ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ചത്. സ്വർഗയാത്രയുടെ പാതയിൽ അബലരായ മർത്തരുടെ ഹൃദയങ്ങളെ പരിശോധിപ്പാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ്. ഞാൻ 2 അച്ഛന്മാരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല. ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധിക സമയമൊന്നും ആയില്ലല്ലോ. അച്ഛനധികം സംസാരിക്കുന്നില്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. മകളെ, ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ വരട്ടെ ഫാദർ. പോവാൻ വരട്ടെ മകളെ. കുംഭസാരക്കൂട്ടിൽ പറയാൻ മടിക്കുന്ന എന്തോ ഒന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാനിലേക്ക് കയറുന്നത് എന്താണെന്നൊന്ന് പറയാമോ? സംസാരിക്കാൻ വാൻ എന്തിനാ ഫാദർ? വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കയറിക്കോ മകളെ. പിടിച്ചു വലിച്ചം കയറ്റിയാലോ? ആമേൻ. വന്നാലും മകളെ, എനിക്കൊന്നും സംസാരിക്കാനില്ല ഫാദർ. എന്തെങ്കിലും സംസാരിക്കാൻ കാണും, ഓർത്തു നോക്കൂ. ഏതായാലും നമുക്ക് വാനിലേക്ക് കയറി സംസാരിക്കാം. മടിക്കണ്ട, പേടിക്കണ്ട, ഞങ്ങൾ ശരിക്കുള്ള അച്ഛന്മാര് തന്നെയാ. ഇനി ഒട്ടും സമയം എനിക്കൊന്നും സംസാരിക്കാനില്ല. കുമ്പസാരക്കുട്ടി പറയാൻ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? നമ്മുടെ എലഞ്ഞിക്കലെ മറിയാമ്മച്ചടത്ത് പോകാൻ സമയം കിടക്കുക. അച്ഛന്മാർ ഒന്ന് വരണം. ഓഹോ, മറിയ ധൈര്യമായിട്ട് പൊക്കോട്ടെ. ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും. അയ്യോ, സമയമല്ലോ. അന്ത്യകൂദാശിക്ക് ആളില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അച്ഛന്മാരൊന്ന് വന്നാട്ടെ. കൈയെടുക്കണോ? ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ? ഞങ്ങൾ ഈ മകളെ ഒന്ന് കുമ്പസാരിപ്പിക്കട്ടെ. മകളെ, അന്ത്യകൂദാശിക്ക് ആളില്ല, നിങ്ങൾ തപ്പി അടക്കാന്ന് വെച്ചോ. പ്ലീസ് ഒന്ന് കയറിയട്ടെ. എന്താ ഉണ്ടാവോ? എന്തോ നോക്കി വണ്ടി എടുക്ക. യൂസ്ലെസ്. തൃപ്തിയായില്ലടാ നിനക്ക്? നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത് തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാ. അവരെന്തിനാ നമ്മളെ തല്ലിയത്? ഓ, കൊല്ലാതെ വിട്ടത് ഭാഗ്യം. എടാ, ഒരു പള്ളിയിൽ അച്ഛൻ വെച്ച ആരാ? ക്രിസ്ത്യാനി. കാറിലിരുന്നോണ്ട് നീ ഗുരുവായൂരപ്പനെ വിളിക്കാൻ പോയത് എന്തിനാടാ? നിന്നെ ചുടാനോ? എടാ, ഈ ക്രിസ്ത്യാനി ഗുരുവായൂരപ്പനും തമ്മിൽ വല്ല ബന്ധമുണ്ടോടാ? വിഡി. ഓ, അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഞാനിനി 2 കൽപ്പിച്ചിറങ്ങാൻ പോവാ. ഞാനും. അയ്യ, ഇനി നിന്നെ കൊണ്ടൊരു പരിപാടിക്ക് ഞാനില്ല. അങ്ങനെ പറയല്ലേ രാമേന്ദ്ര. നമ്മൾ ഒരുമിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ. ഇനി നീ പറയാതെ 1 ഇഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങില്ല. ഉറപ്പാണോ? സത്യം. അടുത്ത ശ്രമത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ. വളരെ ബഹൃത്തും തന്ത്രപൂർവമായ ഒരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഈശ്വരോ രക്ഷ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര? ഒന്നും മിണ്ടാതിരിടാ അവിടെ. ഈ വലയെ കുടുങ്ങോ? ശരിക്കും പിടിച്ചോണം നീ ഇത്. ഇനിയിപ്പോ എങ്ങനെയാ താഴോട്ടിറങ്ങ? എങ്ങനെ കയറിയത് അതുപോലെ ഇറങ്ങണം. ശരിക്കും പിടിച്ചോളാം രാമേന്ദ്ര. ഹലോ ഹലോ, അബു ഹസൻ ഹിയർ. എന്നെ ഒരു വല വീശി പിടിച്ചിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് ഹെൽപ്പ്. വേർ ആർ യു? ബോംബ്! വേർ ആർ യു? ആരത്? സാർ, സാർ, അവര് ഭയങ്കരന്മാരാണ് സാർ. ആര്? ആ കടുക്കനിട്ട റെഡ് ഇന്ത്യൻ സംഘം. ഞങ്ങൾ അത്ഭുതകരമായ കാഴ്ച കണ്ടാണ് സാർ വരുന്നത്. സബ് ഇൻസ്പെക്ടർ അബു ഹസനെ ഇന്ന് കടുക്കൻ ഗ്രൂപ്പ് വലയിട്ട് പിടിച്ചു. അബു ഹസനെയോ? എന്നിട്ട് ലക്ഷ്യം കിഡ്നാപ്പിംഗ് ആണോന്ന് അറിയില്ല, പക്ഷെ അയാളെ അവർ കൊണ്ടുപോയില്ല. ഒരു മുന്നറിയിപ്പ് കൊടുക്കാനായിരിക്കും. ഇവന്മാരൊരു ഭീഷണിയാകുകയാണല്ലോ. ഇവന്മാർക്ക് സ്വന്തം നാട്ടിൽ ആരുമില്ലേ കിഡ്നാപ്പ് ചെയ്യാൻ? ഇങ്ങോട്ട് കെട്ടിയെടുത്തു വന്നിരിക്കുന്നു. ആ പെകുച്ചിന്റെ കാര്യം എന്തായി? ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അത് നടക്കും.
ഓടിക്കോ. രാമേന്ദ്രൻ, നമ്മൾ തേടിയ വള്ളി. വിട് വിട് വണ്ടി. ഹലോ, ആരാണ്? സിറ്റി ടൈഗേഴ്സ്. ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഏക മകൾ ആശ സിറ്റി ടൈഗേഴ്സിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഷീ ഈസ് കിഡ്നാപ്ഡ്. ഹലോ, എന്താ? നിങ്ങൾ ആരാ? എവിടുന്നാ സംസാരിക്കുന്നത്? ആശ എവിടെയാ ഉള്ളത്? പറഞ്ഞില്ലേ, സിറ്റി ടൈഗേഴ്സിന്റെ താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ്. ബിസിനസിന്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. പോലീസിനെയോ പത്രക്കാരെയോ മറ്റോ വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, ഹലോ. സ്വാമിജി, വെൽ ഡൺ. നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി. വിജയം എന്നും MRCയുടേത് മാത്രം. നോക്കടാ, നോക്ക്. ഒരേ ഒരു ഓപ്പറേഷൻ കൊണ്ട് സിറ്റി ടൈഗേഴ്സ് പേരെടുത്തില്ലേ? പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. നാണം കെട്ടവന്മാര്. എടാ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. നിനക്കൊക്കെ ഈ പണി നിർത്തി വല്ല പോലീസിന് ചേർത്തൂടെ? ഒരബദ്ധം എല്ലാവർക്കും പറ്റും സാർ. ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? സിറ്റി ടൈഗേഴ്സ് ആ കടുക്കനിട്ട ഗ്രൂപ്പാണെന്നാ തോന്നുന്നത്. മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല. വെണ്ടിപ്പോകരുത്. 100 വട്ടം ഞാൻ പറഞ്ഞതല്ലേ ആ കടക്കിലിട്ടവന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ, ആസ്ഥാനം കണ്ടുപിടിക്കാൻ. കഴിച്ചോ നിനക്കൊക്കെ? ആ പെണ്ണ് നമുക്ക് അവരുടെ കയ്യിൽ തിരിച്ചു പിടിക്കാം സാറേ. പുളുത്തും നീയൊക്കെ. എന്റെ ഈശോയെ, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാണെന്ന് കരുതിയാ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ റെഡ് ഇന്ത്യൻസ്, മംഗോളിയൻസ്. ഫോൺ എന്തേ ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. ആ സ്വാമിജിയെ പറ്റിയായിരിക്കും. ഓ, ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവേ. റാംബോ ചാക്കോച്ചൻ കെയർ. ചാക്കോച്ച, ഇത് ഞാനാ, സ്വാമിജി. എന്താ ഈ പറഞ്ഞ കാര്യം? എന്റെ ഈശോയെ, ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ? ആ, അത് കണ്ടതുകൊണ്ടാ തന്നെ വിളിച്ചത്. എന്തിനാടോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത്? അപ്പൊ സംഭവം മനസ്സിലായില്ല അല്ലേ? ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ? ആരാന്നാ? അത് ഞങ്ങള് തന്നെ ഒരു സഹോദര സ്ഥാപനമാ. പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത്. എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ. ഒലത്തി ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? താൻ ആരെടുത്താ വേലയെടുക്കുന്നത്? ഏതോ ആണുങ്ങൾ ചെയ്ത കാര്യത്തിന് പങ്കുകൊള്ളാൻ വന്നിരിക്കുന്നു. തന്നെ ഈ പണിക്ക് കൊള്ളത്തില്ലടോ. അത് തീരുമാനിക്കാൻ താനാരാ? എടോ, കഴിഞ്ഞ 25 years ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാ. എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഈ താനാരാ? തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ? ഓ, ഒരു സ്വാമിജി. അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ട. വാഴയ്ക്ക് കൊള്ളാത്തവൻ. കടയടച്ച് വീട്ടിൽ പോയില്ലടോ, മനുഷ്യനെ വിലക്കെടുത്താതെ. കൂടുതൽ വെച്ച് എത്തിക്കണ്ട. വേണമെന്ന് വെച്ചാ സിറ്റി ടൈഗേഴ്സ് അല്ല, അവന്റെ ഒക്കെ അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് വരെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആ, എന്നാ പിടിച്ചാട്ടെ. അപ്പ ഞാൻ നേരിട്ട് വന്നോളാ. എടോ സ്വാമിജി, തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്റെ പേര് റാംബോ ചാക്കോച്ചൻ എന്നാ. ആ, ഞാനെങ്ങനെ അവസാനിപ്പിക്കും? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്.